ഭാര്യമാര് പലപ്പോഴും വീടിനകത്ത് തന്നെയാണ് ഫുൾ ടൈം ഉണ്ടാവുക. അവർക്ക് ആകെയുള്ള നേരം പോക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയോ. പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിരുചികളുണ്ടാവും. ഈ സമയത്താണ് പലപ്പോഴും വില്ലനായിട്ടും വില്ലികളായിട്ടും പല ആളുകൾ രംഗപ്രവേശനം ചെയ്യാറ്. ഇവിടെ രാജേഷ് എന്ന് പറയുന്ന ഒരു പാവത്താനായ മനുഷ്യൻ ഒരു പൂജാരിയാണ്. ആളുടെ ഭാര്യയാണ് ആതിര, 30 വയസ്സ്, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. രാജേഷ് എന്നും രാവിലെ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ്. കഴക്കൂട്ടത്താണ് ആൾ, അതിന് പോകും. പിന്നെ വൈകുന്നേരമാവും തിരിച്ചു വരിക. രാജേഷും ആതിരയ്ക്കും ഒരു കുഞ്ഞുണ്ട്, 4 വയസ്സോ 5 വയസ്സോ ആണ്. ആ കുട്ടി ഒരു 9-9:30 ആവുമ്പോൾ ആതിര തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടും. പിന്നെ ആതിരയുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്. വീട്ടിൽ ആരുമില്ല. ഫുൾ ടൈം ഇരുന്ന് അങ്ങ് ഞെക്കി കളിക്കും. അങ്ങനെ ഞെക്കിയും തോണ്ടിയും കളിക്കുന്നതിനിടയിൽ